നമസ്കാരം. ഇസ്രായേലി ഭക്തർ എന്നോട് സദയം ക്ഷമിക്കണം. ചില സത്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതി നമുക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇസ്രായേൽ ഒരു സമ്പൂർണ്ണ പരാജയത്തിലേക്കുള്ള പോക്കാണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് ഒരു 2 ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അതിൻ്റെ 1-ാം ഘട്ടം സംഭവിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഹിസ്ബുള്ളയുമായിട്ട് വെടിനിർത്തലിന് തയ്യാറായി. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ആരാണ് ഈ വെടിനിർത്തലിന് കോപ്പ് കൂട്ടിയത്, അല്ലെങ്കിൽ ആരാണ് അതിന് മുൻകൈ എടുത്തത്? അമേരിക്കയാണ് വെടിനിർത്തൽ പ്രപ്പോസലുമായിട്ട് വന്നത്. അമേരിക്ക ആരുടെ കക്ഷിയാണ്? അമേരിക്ക ഇസ്രായേലിൻ്റെ കക്ഷിയാണ്. ഇസ്രായേലും അമേരിക്കയും ചേട്ടനും അനിയനുമാണ്. ഒരിക്കലും ഹിസ്ബുള്ളയും അമേരിക്കയും തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പോൾ ഹിസ്ബുള്ള പറഞ്ഞിട്ടല്ല അമേരിക്ക പ്രപ്പോസലുമായിട്ട് വന്നത്, ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടാണ്. ഞങ്ങൾക്കിനി വയ്യ, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഒന്ന് സഹായിക്കണം. ഈ ഒരു ആവശ്യവുമായിട്ട് ഇസ്രായേൽ ചെന്നപ്പോൾ ബൈഡൻ അതിനെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. പുതിയ പ്രസിഡന്റായിട്ട് വരാൻ പോകുന്ന ട്രംപ് മുൻകൂർ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ വന്നു കഴിഞ്ഞാൽ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യും. ട്രംപ് വന്നു കഴിഞ്ഞാൽ യുദ്ധങ്ങൾ നിൽക്കും. കാരണം ഇപ്പോൾ ഉക്രൈൻ ആയാലും ഇസ്രായേൽ ആയാലും അടിച്ചു നിൽക്കുന്നത് അമേരിക്ക കൊടുക്കുന്ന സഹായം കൊണ്ടാണ്. അതും ട്രംപ് പറഞ്ഞു, ഞാൻ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ നിർത്തും. അമേരിക്കക്കാരുടെ പണം എടുത്തിട്ട് കണ്ടവർക്ക് കൊടുക്കുന്ന ഏർപ്പാട് ഇനി തുടരാൻ പോകുന്നില്ല. അപ്പോൾ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുന്നതാണ് നല്ലതെന്ന് ഇസ്രായേലിന് മനസ്സിലായി. അമേരിക്കയുടെ സഹായം കിട്ടാതായി കഴിഞ്ഞാൽ ഹിസ്ബുള്ള ഇസ്രായേലിൽ കയറി മേയും. ഇസ്രായേലിനൊന്നും ചെയ്യാൻ പറ്റില്ല. അമേരിക്കയുടെ ഒന്നും സഹായമില്ലാതെ തന്നെയാണ് ഹിസ്ബുള്ള ഇത്ര കാലവും ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നത്. അപ്പോൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായം ഇല്ലാതായി കഴിഞ്ഞാൽ എന്താകും അവസ്ഥ? അതുകൂടാതെ ബൈഡൻ അച്ചായൻ താല്പര്യം കാണിച്ചത്, അങ്ങനെ യുദ്ധം നിർത്തിയത് ട്രംപ് ആണെന്ന് ആരും പറയണ്ട. അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു അടവ് കൂടിയാണ്. അതായത് റിപ്പബ്ലിക്കൻസ് അല്ല യുദ്ധം നിർത്തൽ ചെയ്തത്, ഞങ്ങൾ തന്നെയാണ് എന്ന് നാളെ ലോകമറിയാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ചരിത്രത്തിൽ വരാൻ വേണ്ടി ഒരു തീരുമാനം അവരിപ്പോൾ എടുത്തതാണ്. ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു വെടിനിർത്തലിന് അവർക്ക് സമ്മതിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഗതികേടിലേക്ക് അവരെത്തിയത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ്. അതിലൊന്നാമത്തെ കാരണം, ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല എന്നവർക്ക് നന്നായിട്ടറിയാം. ഹിസ്ബുള്ളയെ അടിക്കാനാണെന്ന് പറഞ്ഞ് കയറി ലെബനോനിൽ കുറേയേറെ കെട്ടിടങ്ങൾ ബോംബിട്ട് തകർക്കുകയും കുറേയേറെ പാവപ്പെട്ട ആൾക്കാർ അവിടെ മരിക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഹിസ്ബുള്ള അവിടെ തന്നെയുണ്ട് പൂർവാധികം കരുത്തോടെ. അപ്പോൾ ഒരിക്കലും അവരെ തോൽപ്പിക്കാൻ തങ്ങൾക്ക് പറ്റില്ല. വെറുതെ കുറേ ആൾക്കാരെ ബോംബിട്ട് ഇങ്ങനെ കൊല്ലാം എന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പൊട്ടൻ നെതന്യാഹുവിന് മനസ്സിലായി. അതുകൂടാതെ കഴിഞ്ഞ 1 കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അഭ്യാസം മൂലം കയ്യിലുള്ള സ്റ്റോക്കൊക്കെ തീർന്നു. ബോംബും മറ്റ് സാധനങ്ങളുമൊക്കെ ഇപ്പോൾ ഇല്ല. പുതിയതായിട്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണം. ഫ്രീ ആയിട്ടൊന്നും കിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒട്ടും കിട്ടില്ല. അതുകൊണ്ട് കയ്യിലെ ആയുധങ്ങളൊക്കെ തീർന്ന ഒരു സ്ഥിതി. ഒപ്പം ഒരുപാട് ഇസ്രായേലുകൾ, ഇത് ബൈഡൻ തന്നെ പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞാണ്ട് 70,000-ഓളം ഇസ്രായേലുകൾ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളെ പോലെ കഴിയുകയാണ്. നമ്മൾ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ തന്നെ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ട ഒരു സാഹചര്യം വന്നാൽ എത്ര നാണക്കേടാണ് അത് നമ്മുടെ രാജ്യത്തിന്. ഇസ്രായേലികൾ ഇസ്രായേലിൽ തന്നെ ഹിസ്ബുള്ളയുടെ ആക്രമണം മൂലം സ്വന്തം നാട്ടിൽ താമസിക്കാനാവാതെ പലായനം ചെയ്ത് പലയിടത്തായിട്ട് പോയി താമസിക്കുകയാണ്. ഇപ്പോൾ അവരൊക്കെ വെടിനിർത്തൽ വന്നതോടെ സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. ബൈഡൻ പറഞ്ഞത് 70,000-ഓളം ഇസ്രായേലുകളെന്നാണ്. അതൊരു ചെറിയ കണക്കാണ്. കുറഞ്ഞത് അതിൻ്റെ ഒരു 4 ഇരട്ടിയെങ്കിലും ഇസ്രായേലുകൾ അഭയാർത്ഥികളായിട്ട് ഈ യുദ്ധം മൂലം, ഹിസ്ബുള്ളയുടെ ആക്രമണം മൂലം അവിടെ കഴിയുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് ഇസ്രായേലി പട്ടാളക്കാർ ലെബനോനിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഒരുപാട് പട്ടാളക്കാർക്ക്, അതിലേറെ പട്ടാളക്കാർക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റി. ഏതാണ്ട് 6ഓളം പട്ടാളക്കാർ, ഇസ്രായേലി പട്ടാളക്കാർ ആത്മഹത്യ ചെയ്തു, മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ. യുദ്ധങ്ങളിൽ നിന്നുള്ള പ്രശ്നം മൂലം ആയിരക്കണക്കിന് പട്ടാളക്കാർക്ക് മാനസികമായിട്ടുള്ള രോഗങ്ങളുണ്ടായി, മാനസിക സമ്മർദ്ദമുണ്ടായി, വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഒരുപാട് ഇസ്രായേലി പൗരന്മാർ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി. നിരവധി വീടുകൾ, നിരവധി കെട്ടിടങ്ങൾ, മിലിറ്ററി ബേസുകൾ ഉൾപ്പെടെ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണം മൂലം തകർന്നു. ഒരുപാട് വ്യക്തികൾ പരിക്ക് പറ്റി കിടപ്പുണ്ട്. ഇങ്ങനെ തിരിച്ചടിയുടെ മേൽ തിരിച്ചടിയേറ്റ് ഏറ്റവും ഒടുവിൽ അമേരിക്ക കൂടി കൈവിടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ
ഇനി അങ്ങോട്ട് യുദ്ധം എന്ന് പറഞ്ഞ് പോയാൽ ഹിസ്ബുള്ളയുടെ കരുത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അവർ ഇസ്രായേലിനകത്തോട്ട് കയറി പണി തുടങ്ങും എന്ന ഒരു സത്യം, ഒരു റിയാലിറ്റി നെതന്യാഹുവും സംഘവും തിരിച്ചറിഞ്ഞു. അതിലൊക്കെ ഉപരി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്തിനു വേണ്ടിയാണോ ഇവർ ഗാസയിലേക്ക് കയറിക്കൂടിയത്, അവരുടെ ലക്ഷ്യം നിറവേറിയാൽ പോലും അതുകൊണ്ട് അവർക്ക് ഗുണമില്ലാതാകാൻ പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം കൂടി ട്രംപ് ഇടപെട്ട് നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് റഷ്യ തന്നെ യൂറോപ്പിലേക്കുള്ള എണ്ണയും പ്രകൃതിവാതകവും സപ്ലൈ ചെയ്യുകയും ഗാസയിൽ കയറിക്കൂടി അവിടെ നിന്നും ഇതൊക്കെ ഊറ്റിയെടുത്ത് യൂറോപ്യൻ മാർക്കറ്റ് തങ്ങൾക്ക് സ്വന്തമാക്കാമെന്നുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ധാരണ പൂർണ്ണമായിട്ടും പരാജയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സാഹചര്യം എല്ലാം അവർക്കെതിരായിട്ട് നിൽക്കുമ്പോൾ ഇനിയും യുദ്ധത്തിന് വേണ്ടി ഫണ്ട് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളത് മാഫിയകൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്താം, ഇല്ലെങ്കിൽ കനത്ത പരാജയം സ്വന്തം രാജ്യത്ത് നേരിട്ട് ഹിസ്ബുള്ള പോലെയുള്ള ഒരു സംഘടനയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നെതന്യാഹു അമേരിക്കയുടെ കാല് പിടിച്ച് ഇപ്പോൾ ഒരു വെടിനിർത്തൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്.